എങ്ങനെയുണ്ട് ചെയ്യാവോ? ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ കക്കാടംപോയിലാണ്. ഇവിടെ ഇത് വയനാട്, അത് കക്കാടംപോയില് മല കാണുന്നത്. അതെ അതെ അതെ, ഇത് വയനാട്. ഞാൻ ഒരുപാട് ദിവസമായിട്ട് എന്റെ സുഹൃത്തുക്കളോട് പറയുന്ന കാര്യമാണ്, കാടിന്റെ അടുത്ത് ഒരു താമസം ഉണ്ടായിട്ട് മുകളിലൊക്കെ അങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചായ കുടിച്ച് കാടിന്റെ ആ വന്യതയിലത്തെ ആ ഒരു ചീവീടിന്റെ ശബ്ദം നമ്മളാരും ഭരിക്കാൻ വരില്ല. 1 കിലോമീറ്റർ മൃഗങ്ങളുടെ ശബ്ദം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങൾ വൈകി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നമ്മള് തീർച്ചയായിട്ടും അതെ ഇതാണ് ഒരു രാത്രിയുടെ വൈബ് ഒന്ന് ആലോചിച്ചോക്കിയപ്പോ. അതായത് എനിക്കിപ്പോ ഓർമ്മ വരുന്നത് എന്റെ തന്നെ കവിതയാണ്. നിശ്ചിതമായതെന്തോ നമ്മൾ ആഗ്രഹിക്കുന്നു, ഇവിടെയുണ്ട്. ഓ ഇല്ല, അടുത്ത വയലാർ ചുള്ളിപ്പറമ്പിന്റെ നോബൽ സമ്മാനം കിട്ടാവുന്ന കവിത. നോബൽ സമ്മാനം കിട്ടുന്നത് എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഒരു മിനിമം ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആണോ ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാല് വീട് പണിയൊക്കെ നടക്കുന്ന ആളുകൾക്ക് ഡിസൈൻ ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ കളർ. എനിക്ക് തോന്നുന്നത് അനീഷിന് വീട് പണിയാകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യും. അത് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. അനീഷ, നിനക്ക് എന്താ പറയാനുള്ള? കുറെ നേരമായാലും എനിക്ക് പറയാനുള്ളത് എന്താണ്, ഇവിടെ വരിക, അടിച്ചു പൊളിക്കുക. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 24 hours ഈ കാറ്റ് ഇങ്ങനെ ഉണ്ടാവും ഇവിടെ. അപ്പൊ നമുക്ക് കാണാം. കാണാം.